അങ്ങനെ പുറക്കാലൊരു ജലാശയം ഉണ്ടായിരുന്നു. ഈ മണ്ണ് പണ്ട് ജലാശയത്തിൽ വെള്ളം കോരി കൊടുത്ത് തറയിനാണ് വെള്ളം കോരി കുടിക്കുന്നത്. ഈ ഇറവെന്ന് പറയും, ഉറവെന്ന് മലയാളത്തിൽ പറയാം, ചെറിയ ഉറവ. അത് വെള്ളം കോരിയാണ് കുടിക്കുന്നത്. അതായിരുന്നു. അതിലെടുത്തിട്ട് അവരും വരും. അവിടെ ഒരു സ്ത്രീക്കൂടെ തലവേദന വന്നു. തലവേദന വന്നപ്പം കാണാൻ ആ കിണറ്റിനെ കിണറാക്കി, ഈ ഉറവെ കിണറാക്കാന്ന് പറഞ്ഞു. അത് 150 കൊല്ലം 200 കൊല്ലത്തിൻ്റെ അകത്ത് ഇപ്പം കിണറായിട്ട് കിടക്കുക. കുടുംബത്തിലുണ്ട്. അപ്പം കിണറായിട്ട് കിടന്ന് അപ്പോഴും വെള്ളം കോരിയപ്പോഴാണ് ഈ താളഗ്രാമം കിട്ടിയത്. അത് കൊല്ലത്തേക്കാണ് കിട്ടിയത്. അതായത് കൊല്ലന്മാർ പൂജയായി. ഈ കൊല്ലംകോട് എന്നുള്ള പേരും അതും തമ്മിൽ വലിയ ബന്ധമുണ്ട്? അല്ലില്ല. അപ്പോൾ കൊല്ലംകോട് തൂക്കത്തെക്കുറിച്ച് കവികൾ പോലും ചലച്ചിത്ര ഗാനങ്ങൾ പാടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും അതിനെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് കേരള കോളിംഗ് തുടരാൻ കഴിയില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം, ചരിത്രം, ഇവിടുത്തെ ഭരണപരമായ കാര്യങ്ങൾ, നടത്തിപ്പുകൾ, ആചാരങ്ങൾ ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇതിൻ്റെ ഒരു കുടുംബക്കാരനായിട്ടുള്ള സുകുമാരൻ ചേട്ടൻ നമ്മളുണ്ട്. പിന്നെ നമ്മളുടെ വിശ്വാസം നമ്മളിലേക്ക് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സുകുമാരൻ ചേട്ടൻ, പുറക്കാൽ കുടുംബം ഈ ക്ഷേത്രവുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു കുടുംബമാണ്. വളരെ ഐതിഹ്യപരമായി കണക്ട് ചെയ്യപ്പെട്ടൊരു കുടുംബമാണ്. കുടുംബത്തിലെ സുകുമാരൻ ചേട്ടനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടൻ നമസ്കാരം. ഞങ്ങൾ ദൂരെ നിന്ന് വരികയാണ് ഈ കൊല്ലംകോട് ക്ഷേത്രത്തിൻ്റെ വിവരങ്ങൾ അറിയാനായിട്ട്. അപ്പോൾ ഈ കൊല്ലംകോട് ക്ഷേത്രവും അതിൻ്റെ ഈ തൂക്കം എന്ന് പറയുന്ന ആചാരത്തിൻ്റെ തുടക്കവും ഒക്കെ ഈ ക്ഷേത്രം എങ്ങനെ എത്ര വർഷങ്ങൾക്ക് ഈ ക്ഷേത്രം ഉൽപ്പത്തിയായി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് വില്ലുവങ്ങലത്തെ സ്വാമികളും ആണ് ഇവിടെ ബ്രാഹ്മണന്മാരായിരുന്നു കൂടുതലും താമസിച്ചത് ഈ ഏരിയയിൽ. കൊല്ലംകോട് ഭാഗത്ത് ആ വീട് ഈ സ്ഥലം കൊല്ലംകോടെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കൊല്ലംകോട്. പിന്നെ ഈ പുറക്കാൽ എന്നുള്ള സ്ഥലത്ത് ബ്രാഹ്മണന്മാരാണ് താമസിച്ചിരുന്നത്. അത് അടിഞ്ഞു. അപ്പം വില്ലുവങ്ങലത്തെ സ്വാമികള് വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കന്യാകുമാരിക്കും. അപ്പം ഇങ്ങനെ ഇവിടെയാണ് തങ്ങുന്നത് ഈ ബ്രാഹ്മണ കുടുംബത്തിൽ. ഈ ബ്രാഹ്മണ കുടുംബത്തിൽ തങ്ങുമ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങേര് വന്നപ്പോൾ നിങ്ങൾക്ക് ഉപാസനാമൂർത്തിയില്ല എന്ന് കേട്ടു. ഇല്ലാന്ന് പറഞ്ഞു. അപ്പം അടുത്ത് വരുമ്പം അങ്ങേര് ഒരു താളഗ്രാമം ഈ ബ്രാഹ്മണ കുടുംബത്തിന് കൊടുത്തു. ഉടക്കം അവിടെ തൊട്ടാണ് അത് പ്രതിഷ്ഠിച്ചു. ഇല്ല, അത് പിന്നെ താളഗ്രാമം കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ താമസിച്ചാൽ ഈ കുടുംബാടി വയ്ക്കും. അത് ഞാനില്ല, ജീവിക്കുന്നില്ലേ, അടി നിൽക്കുമ്പോൾ നിങ്ങളിത് ഒരു ജലാശയത്തിലിടും. അങ്ങനെ പുറക്കാലൊരു ജലാശയം ഉണ്ടായിരുന്നു. ഈ മണ്ണ് പണ്ട് ജലാശയത്തിൽ വെള്ളം കോരി കൊടുത്ത് തറയിനാണ് വെള്ളം കോരി കുടിക്കുന്നത്. ഈ ഇറവെന്ന് പറയും, ഉറവെന്ന് മലയാളത്തിൽ പറയാം, ചെറിയ ഉറവ. അത് വെള്ളം കോരിയാണ് കുടിക്കുന്നത്. അതായിരുന്നു. അതിലെടുത്തിട്ട് അവരും വരും. അത് ഒരു കയ്യിൽ കഥയാണ്. അത് കഴിഞ്ഞ് എൻ്റെ മുന്നോട്ട് ഒരുപാട് കാലമായി, തലമുറയായിട്ട് ഇനി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളവിടെ അധികാരം കുടുംബത്തിൽ വന്നു. എൻ്റെ മുമ്പ് കാരണവരുണ്ട്, കാരണവരുടെ ബാക്കിലുള്ള ആളുകളെല്ലാം വന്ന് അധികാരമായിട്ട്. അപ്പം ആ അധികാരം ഏറ്റ ആ സമയത്ത് അവിടെ ഒരു സ്ത്രീക്കൂടെ തലവേദന വന്നു. തലവേദന വന്നപ്പം കാണാൻ ആ കിണറ്റിനെ കിണറാക്കി, ഈ ഉറവെ കിണറാക്കാന്ന് പറഞ്ഞു. അത് 150 കൊല്ലം 200 കൊല്ലത്തിൻ്റെ അകത്ത് ഇപ്പം കിണറായിട്ട് കിടക്കുക. കുടുംബത്തിലുണ്ട്. അപ്പം കിണറായിട്ട് കിടന്ന് അപ്പോഴും വെള്ളം കോരിയപ്പോഴാണ് ഈ താളഗ്രാമം കിട്ടിയത്. അത് കൊല്ലത്തേക്കാണ് കിട്ടിയത്. അതായത് കൊല്ലന്മാർ പൂജയായി. ഈ കൊല്ലംകോട് എന്നുള്ള പേരും അതും തമ്മിൽ വലിയ ബന്ധമുണ്ട്? അല്ലില്ല. പിന്നെ ഇത് കഥ 2-3 സ്റ്റേജായിട്ട് പിരിയാണ്. ഈ കൊല്ലത്തിലൂടെ അവർ മരിച്ചു, ബ്രാഹ്മണ കുടുംബത്തിലുള്ളവർ മരിച്ചു. കൊല്ലന്മാരുടെ കൊല്ലത്തിൽ ജോലിക്ക് നിൽക്കാനും അവർക്ക് വെള്ളം കോരാനും ഇതിന് മറ്റേ ഇത് കിട്ടാനും താളഗ്രാമം കിട്ടാനും. അപ്പം അന്നിരുന്ന നായന്മാർ പ്രശ്നം വഹിച്ച് നോക്കിയപ്പോൾ ഇന്നതിനാണ് സംഭവം. അപ്പം അവർ അതിൻ്റേതായ രീതിയിൽ
അതിനെ പരിപാലിക്കാൻ തുടങ്ങി. അത് ഒരുപാട് സാധനങ്ങൾ കണ്ടു. സാധനം കണ്ടിട്ട് കൊടുക്കുക. അവസാന സാധനം കണ്ടാണിത്. ഇവിടെ 2-3 സ്ഥിരമായിട്ട് ഇരുന്നിട്ടുണ്ട്. അവസാനം സ്ഥിരമായിട്ട് ഇരുന്നത് മുടിപ്പുരയിൽ. ഇത് കൊല്ലംകോട് മുടിപ്പുരയാണിത്. ആ, മൂലക്ഷേത്രം. മൂലക്ഷേത്രം. ഇതിപ്പോ സ്ഥാപിച്ചിട്ട് എത്ര വർഷമായി കാണും? ഇത് ഒരു 200 കൊല്ലം തന്നെ. 200 കൊല്ലം. എലിപ്പോട്ടി മൂപ്പൻ്റെ കാലത്താണ് ഇതുണ്ടായത്. ഈ അത് കഴിഞ്ഞ് കൊല്ലന്മാർ അങ്ങനെ പൂജ തുടങ്ങി. കൊല്ലത്തിൽ കയറ്റി കൊല്ലന്മാർ പൂജ തുടങ്ങി. അപ്പാണ് ഇതിൻ്റെ അടുത്ത പിരിവാണ് മാഘിമാത്താണ്ട്. മാഘിമാത്താണ്ടിൻ്റെ ഉൽപ്പത്തി അവിടെ നിന്ന് വരെയാണ്. എന്താണ് മാഘിമാത്താണ്ട്? മാഘിമാത്താണ്ട് എന്ന് പറഞ്ഞാൽ പൊന്നും അനന്തു എന്നീലി കൊണ്ട് രണ്ടുപേരുണ്ടായിരുന്നു. പൊന്നിടും അനന്തവിളാകം. അനന്തവിളാകം സ്ഥലമുണ്ട്. പൊന്നിടുമ്പോൾ ഉണ്ട്. പൊന്നിടുന്നുണ്ട്. അത് കൊല്ലന്മാരാണ്. അതും പിന്നെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ തന്തിയാനും മക്കളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു യോഗി കടൽ വഴി വന്നു. കടലിൻ്റെ തീരത്തൂട്, കടൽ വഴിയിലെ കടലിൻ്റെ തീരത്തൂട് വന്ന് ഇനി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അയാൾ ആ യോഗി നക്ഷത്രവും ബാക്കിയുള്ള എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ അവൻ യോഗീശ്വരനാക്കിയിരുന്നു. അങ്ങനെ പറയാത്ത കാര്യം ഇപ്പോൾ പൊന്നു ആനന്ദോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ അതിലൊന്നിനെ ആയപ്പം കാണാം. അതിലുണ്ടായതാണ് മാഘിമാത്താണ്ട മൂത്തവർ. അന്നും പടുത്തുണ്ട് അവിടെ. മാഘിമാത്താണ്ട മൂത്തവർ. ക്ഷേത്രത്തിനകത്ത് ഇവിടുത്തെ അയാൾ പൂജ. ഈ പൊന്നിക്ക് അനന്തിനാന്ന് പറഞ്ഞൂടാ. അവര് 2-3 കൊല്ലം കഴിഞ്ഞ് ഈ പിന്നെ ഗോസ്വാമി യോഗി വന്നപ്പോഴേ ഈ കൊച്ചായുണ്ട്. കൊച്ചിനെ കൊണ്ടുപോയപ്പം കാണാം പിന്നെ ജീവിക്കാൻ പറ്റില്ല നടിച്ചാനാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഏട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ജീവിതം എന്നിട്ട്. ഏടെന്ന് പറഞ്ഞാൽ ഏലസോ? ഏട് എന്ന് വെച്ചാൽ താടി വിളക്കുന്ന. പിന്നെ അതിന് തുടയിൽ ഈ ഉണ്ടായ കൊച്ചിൻ്റെ തുടയിൽ കയറി സ്ഥാപിച്ചെന്നും അങ്ങനെ അയാൾ ദിവ്യനായെന്നും ഒരു കഥയുണ്ട്. അത് ഒരു കഥ. ഈ കൊല്ലംകോട് ക്ഷേത്രത്തിന് വെച്ച് 2-3 പിരിവായിട്ടൊക്കെ പോകും. പിന്നെ അത് വിശ്വസിക്കത്തക്ക കഥകളാണ്. കാരണം ഇതെല്ലാം സ്ഥലവും പൊന്നിടമുണ്ട്, വിളാവുണ്ട്. പൊന്നിടമുണ്ട്, അനന്തവിളാവുണ്ട്. പിന്നെ അതിലാള് താമസമുണ്ട്. നിനക്ക് 2 പിരിവായിട്ട് പോകണമെങ്കിലും കഥയെല്ലാം ഒന്നാണ്. ഒടുക്കം പിന്നെ ഈ മാഘിമാത്താണ് ബാത്തി മുടിപ്പരിയിൽ പൂജ തുടങ്ങി കർമ്മങ്ങൾ തുടങ്ങി. അങ്ങനെ കാലം കഴിഞ്ഞു. അങ്ങനെ മന്ത്രമൂർത്തിയായിട്ട് ഇവിടെ സ്ഥാപിച്ചു. മന്ത്രമൂർത്തിയായിട്ട് ഇവിടെ സ്ഥാപിച്ചപ്പോഴേ ഒരു തർക്കങ്ങളുണ്ടായി. അതൊന്നും പറയാൻ പാടില്ല. തർക്കങ്ങൾ പറയണ്ട. പിന്നെ അങ്ങനെ പൂജ ചെയ്ത് അങ്ങനെ ഇതൊക്കെ അവരെ അങ്ങനെ നിലനിർത്തി തന്നെ ഇന്ന് പാർട്ടിമാർ പൂജ ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ എങ്ങനെ തൂക്കം എന്ന് പറയാം? തൂക്ക മഹോത്സവം എങ്ങനെ വരുന്നു? തൂക്കം ഒരു 150-200 കൊല്ലം തന്നെ വരും. അതെ, മുന്നോട്ട് തീരുമാനിച്ചതാണ്. പിന്നെ പിള്ളേ ഇല്ലാത്തവർക്കും പിള്ളേരുള്ളവർക്കും നേരത്തെ പിള്ളയില്ലാതെ കുച്ചുങ്ങൾക്ക് തൂക്കം നിർത്തി കൊടുക്കാൻ പോകുമ്പോൾ നേരത്തെ കിട്ടും. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് ആദ്യം 10,000, 5,000, 100,000, 1,000, 1,500, ഇപ്പോൾ 1,500, 2,000 പേര് തൂക്കം ഉണ്ടാവും ഒരു പ്രാവശ്യം. അത് എത്ര ഇതുണ്ട്? ഒരു വില്ലി കെട്ടിയിട്ട് ഇവിടെ തന്നെയാണോ? അല്ല, 10 ദിവസം അങ്ങ് പോകും. ഏപ്രിൽ 1-ാം തീയതി അങ്ങ് ഫ്രീ. പിന്നെ 10-ന്റെ അന്ന് 11-ന്റെ അന്ന് കുരിശിയും കഴിഞ്ഞ് അവിടെ എത്തിക്കും. അപ്പൊ അത് വേറെ ക്ഷേത്രമാണ്. അത് വേറെ ക്ഷേത്രം, മങ്കഞ്ഞി ക്ഷേത്രം. കൂടുതലുണ്ടോ? ദൂരമുണ്ടോ? ഇവിടെ 2 കിലോമീറ്റർ 2-3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇത് നമ്മുടെ സിനിമാ പാട്ടിൽ പോലും ഉണ്ട് കൊല്ലംകോട് തൂക്കം. അത് അത്രയ്ക്ക് പ്രാധാന്യം പ്രാധാന്യം വെച്ചാൽ വിളിയാക്കും. അതിലൊരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അത് ഗ്യാരണ്ടി. അനുഭവം തയ്ക്കുന്നുണ്ട്. എല്ലാം 100,000 അനുഭവങ്ങൾ. എത്രയോ പിള്ളേരെ കൊച്ചില്ലാത്തവർക്ക് എത്രയോ എണ്ണം കൊച്ചിൽ ഇവിടെ തൂക്കിയിട്ട് പെയ്യും.
100,000 അനുഭവങ്ങൾ. അതെ 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 അതെ. അതിന് വേറെ ഒന്നും വേണ്ട. അപ്പൊ ഈ പല ഭാഗങ്ങളിൽ നിന്നും വരും. തൃശ്ശൂര് മറ്റേ അങ്ങ് കഴിഞ്ഞാൽ എല്ലായിടത്തും വേണം. 1500 തൂക്കം ഒരു പ്രാവശ്യം നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും? രാവിലെ തുടങ്ങും, ഉത്തവരി കറക്കം. പിന്നെ എല്ലാം അവിടെ എല്ലാം ഗ്രൗണ്ടെല്ലാം സിമെന്റ് ഇട്ട് ക്ലിയർ ആക്കിയിരിക്കുകയാണ്. അതെ അതെ അതെ. വെള്ളം പെട്ടെന്ന് പോകും. പിന്നെ ഇത് തൂങ്ങുന്നവര് അതിനൊരു ആചാരത്തിനനുസരിച്ചും വ്രതം എടുക്കും. 10 ദിവസം ചാപ്പാട്, 7 ദിവസം ചാപ്പാട് ദിവസത്തിന് വ്രതം എടുക്കും. പിന്നെ ആ ചാപ്പാടിൻ്റെ കാശ് തൂക്കം നേരിനെ ആളടയ്ക്കും. അടയ്ക്കുമ്പം അവർക്ക് ചാപ്പാട് കൊടുക്കും, വ്രതം എടുത്ത് അവിടെ ഇരുക്കും. 10ൻ്റെ അന്ന് അവർ തൂക്കം കഴിഞ്ഞതിന് ശേഷം ഈ തൂക്കം നേരത്തെ കാണും, തൂക്കത്തിന് വല്ലതും കൊടുക്കും. തൂക്കം നിങ്ങളാണ് ഇത് കൊടുക്കും. 1000, 2000. അത് അവരുടെ ഒരു അവർക്കുള്ള അവർക്കുള്ളതാണ്. അത് രസമല്ല, അവരെ അപ്പൊ അതിന് പ്രത്യേകം കുടുംബക്കാരുണ്ടോ? ഇല്ല, അങ്ങനെ ആർക്കും ചെയ്യാം. അപ്പൊ അത് വ്രതം നിൽക്കണം. പിന്നെ ഇപ്പൊ കൊളുത്തൊന്നുമില്ല. ഇപ്പൊ കൊളുത്തുണ്ട്. കൊളുത്തില്ലല്ല, ചെറിയ ചോര കഴിക്കും. കെട്ടാണ്, കെട്ടിപ്പൂട്ടാണ്. 11 കുടുംബക്കാരെന്ന് നായന്മാര് 11 കുടുംബക്കാരായിട്ട് അങ്ങനെ ഇപ്പൊ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കുടുംബക്കാർ തന്നെ ഇപ്പോഴും ഞങ്ങൾ പോയി അമ്പലത്തിന്റെ ഇതൊക്കെ എടുത്തിട്ട് അപ്പൊ ഇനി അല്ല അകത്ത് പോകുന്നില്ല, വെളിയിൽ നിന്നുണ്ട്. ഇതിന്റെ ഇവിടെ ഈ പരിസരത്തുള്ളവരെ കാണാം. അതായത് 12 മണി വരെ ഇപ്പൊ അന്നദാനം കൊടുത്തിട്ടിരിക്കുക. അന്നദാനം കഴിയും എല്ലാ ദിവസവും അന്നദാനം. അത് അപ്പുറത്ത് അന്നദാനം കൊടുത്തിട്ടിരിക്കുക. അവര് പിന്നെ ഉടനെ കേറ്റിനെ കൂട്ടും, പൂജ തീർന്ന ഉടനെ കൂട്ടും. ഇനി വൈകുന്നേരം 4:50 തുറക്കും. 4:50 തുറന്നാൽ 8 മണി വരെ. 8 മണിക്കുള്ള പൂജ തീർന്ന ഉടനെ കൂട്ടും. കുടുംബക്കാർ തന്നെ ഇപ്പോഴും നടത്തുന്നത് അല്ലേ? കുടുംബം ഇല്ല, അവർ 11 അംഗങ്ങളുണ്ട്. 11 അംഗങ്ങളുള്ള കുടുംബക്കാർ അല്ലേ? 11 കുടുംബക്കാർ, അതിന് ഓരോ അംഗങ്ങൾ. 11 കുടുംബത്തിൽ നിന്ന് ഓരോ അംഗങ്ങൾ ഓരോ പ്രാവശ്യം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളാണ്. ഈ അങ്ങനെ 11 കുടുംബത്തിൽ 11 ആള്. സെക്രട്ടറി, പ്രസിഡന്റ്. 11 പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. അതെ 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 അതെ. ഇപ്പൊ ഈ കാണുന്ന രൂപത്തിൽ ഇത് പണിഞ്ഞ് ശരിയാക്കിയിട്ട് എത്ര വർഷമായി? ഇതിപ്പോ 15 കൊല്ലം വരും. ഇപ്പോഴും പണികളൊക്കെ നടക്കുന്നുണ്ട്. വേണ്ടുന്ന ഉൾമുടുപ്പര വന്നിട്ട് 200 കൊല്ലം വരും. ഉൾമുടിപ്പുഴയപ്പോ എന്തായാലും നമുക്ക് അത് കയറാൻ കഴിയത്തില്ല. കഴിയുമെങ്കിൽ തന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഉൾമുടുപ്പര ഷൂട്ടില്ല ചെയ്യാം. ചെയ്യാം. ശരി ശരി. ഞങ്ങളൊന്ന് ക്ഷേത്രം വരെ പോയിട്ട് വരാം. ഇതൊക്കെയാണ് കൊല്ലങ്കോട് ക്ഷേത്രത്തിന്റെ മഹത്വവും പഴമയും. ഞങ്ങൾ പോയിട്ട് വരാം.